ഹലോ എവ്രി വൺ. എൻ്റെ പേര് ലത ആലിയ. ഞാൻ 2 വർഷമായി യോഗ ട്രെയിനറായി കണ്ണൂർ നമ്യോഗ് ഹീലിംഗ് സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ PCODനെ കുറിച്ചിട്ടുള്ള യോഗ സെക്ഷൻ ക്ലാസ് ആണ് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക, നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനൊക്കെ എത്തിച്ച് ഇത് എല്ലാവർക്കും കൂടി അയച്ചു കൊടുക്കുക. ഓക്കെ, യോഗ എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം യോഗനെ കുറിച്ച് പറയാനും കുറേ ബെനിഫിറ്റ്, യോഗ ചെയ്യുന്നതിലൂടെ നമ്മളെ ആരോഗ്യം മെച്ചപ്പെടുത്താനും. ഞാൻ തന്നെ യോഗ ചെയ്യാൻ കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിന് എനിക്ക് മുമ്പ് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് കൊറോണ വന്നതിന് ശേഷം എനിക്ക് എന്താ പറയാ PCOD കാര്യങ്ങള്, അതുപോലെ തന്നെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ആയുർവേദിക് ഡോക്ടറിനെ കാണുന്നത്. അപ്പം ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് യോഗ ചെയ്താൽ മതിയെന്ന്. അപ്പം അങ്ങനെയാണ് ഞാൻ ഓൺലൈനിലായിട്ടാണ് യോഗ പഠിച്ചിരുന്നത്. അതങ്ങനെ ചെയ്ത് 2 വർഷം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഓക്കെ ആയി. അതിനുശേഷം എനിക്കിങ്ങനെ ഒരു ജോബ് ഓഫർ കിട്ടി. അതിന് ശേഷമാണ് ഞാൻ കണ്ണൂരിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും യോഗ ചെയ്യുന്നതിലൂടെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയി യോഗ ചെയ്താൽ 100% നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളെ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അപ്പം കൂടുതൽ സംസാരിച്ച് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രീത്തിങ്, പിന്നെ വാമപ്പ്, അതുപോലെ തന്നെ ആസനാസ്, പിന്നെ ശവാസനം. ഓക്കെ, ഫസ്റ്റ് ബ്രീത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായത് ബ്രീത്തിങ് ചെയ്തതിലൂടെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാനും കുറേ കാര്യങ്ങളിലേക്ക് നമുക്ക് നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാണ് ബ്രീത്തിങ് സെക്ഷൻ. അത് ബ്രീത്തിങ് കുറേ കാര്യങ്ങളുണ്ട്. അതായത് യോഗിക് ബ്രീത്തിങ്, അനിലോം വിലോം, ബ്രാഹ്മരി. ഞാനിപ്പോ നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓരോ ബ്രീത്തിങ്ങിനും ഓരോ ഗുണങ്ങളാണുള്ളത്. അപ്പം ഇന്ന് നമ്മൾ 3 ബ്രീത്തിങ് ആണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷനും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ബ്രീത്തിങ് ചെയ്യാന്ന് വെച്ച് നമ്മൾ എന്താ പറയാ കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളെ ബോഡി പോസ്റ്റർ ആദ്യം കറക്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ ബ്രീത്തിങ് സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ എടുക്കാൻ വന്നത് യോഗിക് ബ്രീത്തിങ് ആണ്. യോഗിക് ബ്രീത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇരിക്കേണ്ട രീതിയുണ്ട്. ബ്രീത്തിങ് ചെയ്യുമ്പോൾ 3 രീതികളാണുള്ളത്. ഒന്ന്, ക്രോസ് ലെഗ് പൊസിഷൻ. ഈ രീതി, കാൽ മടക്കി വെച്ച് ഈ രീതിയിലേക്ക് നമുക്ക് ഇരിക്കാം. ഇത് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് കാല് നീട്ടി വെച്ചിരിക്കാം. കാല് നീട്ടി വെച്ച് കാല് ഈ രീതിയിൽ നീട്ടി വെച്ച് ഉള്ളിലേക്ക് ആക്റ്റീവ് ചെയ്ത് വിരളൊക്കെ ഉള്ളിലേക്ക് അകത്തേക്ക് എടുത്ത് ഈ രീതിയിലേക്ക് ഇരിക്കാം. മൂന്നാമത്തെ രീതി എന്ന് വെച്ചാൽ വജ്രാസനം. ഇതിനെ പറയുന്ന പേരാണ് ദണ്ഡാസനം. ഓക്കെ, മൂന്നാമത്തെ രീതിയാണ് വജ്രാസനം. ഈ രീതിയിലും നമുക്ക് ബ്രീത്തിങ് സെക്ഷനിലേക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് പോസ്റ്റർ ആണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഇരിക്കാം. ഓക്കെ, ദണ്ഡാസനയിൽ ഇരിക്കുന്ന ആള് കാല് രണ്ടും നീട്ടി വെച്ച് കാല് രണ്ടും ആക്റ്റീവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ബോഡി പോസ്റ്റർ കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കാം. ഈ ദണ്ഡാസനയിൽ ഇരിക്കുമ്പോൾ ഫുള്ളായി വോൾ സപ്പോർട്ട് കൂടി ഇരിക്കാം. ഓക്കെ, നമ്മുടെ ബട്ടക്സ് വോളിൽ പ്രസ് ആകുന്ന രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ അടിവയറ്റിന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ 2 കൈയും തള്ളവിരലും ചൂണ്ടവിരലും മടക്കി ഈ മുദ്രയിലേക്ക്, ദാൻ മുദ്ര ആണ് ഇതിന്റെ പേര്, ഈ മുദ്രയിലേക്ക് കൈ കൊണ്ടുവരാം.
ഷോൾഡർ ബാക്ക് ചെയ്യുക, സ്പൈന് സ്ട്രൈറ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഏത് പോസ്റ്ററാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ പോസ്റ്ററിലേക്ക് ഇരിക്കാം. ക്രോസ് ലെഗ് പൊസിഷൻ, ദണ്ഡാസൻ, അതുപോലെ തന്നെ വജ്രാസൻ. ഓക്കെ, tucking your abdomen, shoulder back, straight your spine, close your eyes, കണ്ണുകൂട്ടി പതിയെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുത്തുവിടാം. ചുറ്റുപാടും ശ്രദ്ധിക്കാം. ചുറ്റിലും കേൾക്കുന്ന സൗണ്ട്സ് അറിഞ്ഞുകൊണ്ടേയിരിക്കാം. നിങ്ങളുടെ ചുറ്റിലും എന്തൊക്കെ സൗണ്ട്സ് ആണോ കേൾക്കുന്നത് അതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ചെറുതായൊരു പുഞ്ചിരിയോടെ ബ്രീത്തിങ്ങിന്റെ മൂഡിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. Take a deep breath. Inhale. നല്ലപോലെ ശ്വാസം പതിയെ അകത്തേക്ക് വലിച്ചെടുക്കാം. Slowly exhale. അതുപോലെ തന്നെ ശ്വാസം പതിയെ പുറത്തേക്ക് വിടാം. Inhale. Slowly exhale. Inhale. നല്ലപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. പതിയെ ശ്വാസം പുറത്തേക്ക് എടുത്തുവിടാം. സ്ലോലി എക്സേൽ ചെയ്യാം. എത്ര ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുന്നോ അത്രയും സ്ലോലി എക്സേൽ ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. Slowly exhale. Inhale. Slowly exhale. നല്ലപോലെ ശ്വാസം അകത്തേക്കും പതിയെ പുറത്തേക്കും എടുത്തുവിടാം. റിലാക്സ് ചെയ്തിരിക്കാൻ ശ്രമിക്കാം. ഇവിടെ ശ്രദ്ധ ബ്രീത്തിങ്ങിലേക്ക് മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇതിന് പറയുന്ന പേരാണ് യോഗിക് ബ്രീത്തിങ്. ഓക്കെ, അടുത്ത ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ് ആണ് അനിലോം വിലോം. ഇത് ചെയ്യുന്നതോടെ നമ്മുടെ തലവേദന ആ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഈ 2 വിരൽ മടക്കി ലെഫ്റ്റ് നോസിൽ ക്ലോസ് ചെയ്യാം. നമ്മൾ ഇരിക്കുമ്പോൾ പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഈ രീതിയിൽ ഷോൾഡർ ബാക്ക് ചെയ്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കാം. സ്റ്റഡി ആയിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, വയറ് ചെറുതായി ഉള്ളിലേക്ക് എടുക്കാം. ഷോൾഡർ ബാക്ക് ചെയ്ത് സ്പൈൻ സ്ട്രൈറ്റ് ചെയ്തിരിക്കുക. ഒരു കൈ ഹാൻഡ്സിന്റെ മുദ്രയുന്ന കൈയിലേക്ക് വെക്കാം. മറ്റേ കൈ റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്ത് ലെഫ്റ്റ് കൂടി ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യാം. എത്ര ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുന്നോ ആ നോസിൽ ക്ലോസ് ചെയ്ത് ലെഫ്റ്റ് നോസിൽ ക്ലോസ് ചെയ്യാം. റൈറ്റ് കൂടി സ്ലോലി എക്സേൽ ചെയ്യാം. എത്ര ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുന്നോ അത്രയും സ്ലോലി എക്സേൽ ചെയ്യാൻ ശ്രമിക്കാം.
എവിടെ നിന്നാണോ എക്സൈൽ ചെയ്തത് അവിടെ നിന്ന് തന്നെ വീണ്ടും ഇൻഹേൽ ചെയ്യാൻ ശ്രമിക്കാം. നോസിൽ ക്ലോസ് ചെയ്യാം. എക്സേൽ. എവിടെ നിന്നാണോ എക്സൈൽ ചെയ്തത് അവിടെ നിന്ന് വീണ്ടും ഇൻഹേൽ ചെയ്യാൻ ശ്രമിക്കാം. Inhale. നോസിൽ ക്ലോസ് ചെയ്യാം. മറ്റേ നോസിൽ കൂടി എക്സേൽ ചെയ്യാം. Exhale. Inhale. Exhale. നമുക്കിനി ഇതൊരു കൗണ്ട് രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, ഇൻഹെയിൽ 4 കൗണ്ട് ചെയ്യാം. അതായത് ഇപ്പം ലെഫ്റ്റ് നോസിൽ നിന്ന് ഇൻഹെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൗണ്ട് ചെയ്തതിനനുസരിച്ച് നിങ്ങളും ചെയ്യാൻ ശ്രമിക്കാം. ഇൻഹെയിൽ 4 കൗണ്ട്, അതുപോലെ തന്നെ എക്സെയിൽ 6 കൗണ്ട്. ഓക്കെ, നോസിൽ ക്ലോസ് ചെയ്യാം. റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്ത് ലെഫ്റ്റ് കൂടി ഇൻഹെയിൽ ചെയ്യാം. ഇൻഹെയിൽ 1 2 3 4. ക്ലോസ് ചെയ്യാം. എക്സെയിൽ 6 5 4 3 2 1. എവിടുന്നാണോ എക്സെയിൽ ചെയ്തത് അവിടുന്ന് തന്നെ വീണ്ടും ഇൻഹെയിൽ ചെയ്യാം. ഇൻഹെയിൽ 1 2 3 4. നോസിൽ ക്ലോസ് ചെയ്യാം. എക്സെയിൽ 6 5 4 3 2 1. Inhale 1 2 3 4. നോസിൽ ക്ലോസ് ചെയ്ത് റൈറ്റ് കൂടെ എക്സെയിൽ ചെയ്യാം. എക്സെയിൽ 6 5 4 3 2 1. Relax. Breathing without. നല്ലപോലെ ശ്വാസം ഉള്ളിലേക്കും പതിയെ പുറത്തേക്കും എടുത്തു വിടാൻ ശ്രമിക്കാം. Inhale and slowly exhale. യോഗിക് ബ്രീത്തിങ്ങും അനിലോം വിലോമമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇത് ഒരു 5 times എങ്കിലും ഡെയിലി ചെയ്യാൻ ശ്രമിക്കാം. അടുത്തത് പറയാൻ പോകുന്നത് ബ്രാഹ്മരി എന്ന് പറഞ്ഞൊരു ബ്രീത്തിങ് ആണ്. ഓക്കെ, അതിനായി നമ്മൾ 2 കൈയും നമ്മുടെ തള്ളവിരൽ ചെവിയുടെ ഉള്ളിലേക്ക് വെക്കാം. തലയുടെ മുകളിലേക്ക് നമ്മുടെ കൈ വെക്കാം. ഓക്കെ, സാധാരണ ശ്വാസം എടുത്തു വിടാം. സ്ലോ സോഫ്റ്റ് ഇൻഹേൽ ആൻഡ് സ്ലോ സോഫ്റ്റ് എക്സേൽ. ദെൻ ഇൻഹേൽ ചെയ്യാം. എക്സേൽ ചെയ്യുമ്പോൾ നമ്മൾ 3 പറഞ്ഞൊരു സൗണ്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. അതായത് നമ്മൾ ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നതിനനുസരിച്ച് ഒരു സൗണ്ടും കൂടി കൊണ്ടുവരാം. നമ്മുടെ ഇത് മൈഗ്രെയിൻ മാറാൻ ബെസ്റ്റ് ബ്രീത്തിങ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, സാധാരണ നോർമൽ ബ്രീത്ത് എടുത്തു വിടാം. Inhale and exhale. Take a deep breath. Inhale. Breathe in, breathe out. ഒരിക്കൽ കൂടി പറയാം. ഇൻഹേൽ ചെയ്യാം. എക്സേൽ ചെയ്യുന്നതിനനുസരിച്ച് ഒരു മൂന്ന് പറഞ്ഞൊരു സൗണ്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ ഈ സൗണ്ട് നിങ്ങളുടെ റൂം മൊത്തം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. ഇൻഹേൽ.
Breathe in, breathe out. Inhale. Relax, breathe in, breathe out. And rub your arms, കൈ രണ്ടും നല്ലപോലെ rub ചെയ്യാം. Feel the energy. Feel the warmth. Hug yourself. നമ്മൾ നമ്മളെ തന്നെ hug ചെയ്യാൻ ശ്രമിക്കാം. Again rub your arms. അത് നല്ലപോലെ ചൂടായതിനു ശേഷം കപ്പ് ഷേപ്പ് സംസ് ആക്കിയിട്ട് കണ്ണിന് മുകളിലേക്ക് വെക്കാം. Slowly blink your eyes. കണ്ണ് ചെറുതായി ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഫേസും ചെവിയുടെ ബാക്കും കഴുത്തൊക്കെ മസാജ് ചെയ്തുകൊണ്ട് കൈകളിലേക്ക് നോക്കി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് ബ്രീത്തിങ് ആണ്. 3 ബ്രീത്തിങ് ആണ് പഠിച്ചത്. ഫസ്റ്റ് യോഗിക് ബ്രീത്തിങ്, അനിലോം വിലോം, ബ്രാഹ്മരി. ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മൈൻഡ് റിലാക്സ് ആയിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആസ്മ ഉള്ള ആൾക്കാർ, മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇത് എല്ലാം ഒരു 5 ടൈംസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാമപ്പ് ആണ്. ഇപ്പം ബ്രീത്തിങ് കഴിഞ്ഞ പാടെ നമ്മളിപ്പോ ഒരു ആസനാസിൽ ചെയ്യുമ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യുന്നത് ഒരു മസ്റ്റ് പ്രോസസ് ആണ്. അതായത് നമ്മുടെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളും അറിയുന്ന രീതിയിൽ വാമപ്പ് ചെയ്യണം. നമ്മളിപ്പം എന്താ പറയാ, ഓരോരോ വീഡിയോ കണ്ട് വാമപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഓർഡറായി ചെയ്യാണ്ട് ഫസ്റ്റ് വയറിന്റെ അടുത്ത് ചെയ്ത് അതുപോലെ തന്നെ കൈന്റെ അടുത്ത് ചെയ്ത് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുമ്പോൾ തല മുതൽ കാല് വരെ അല്ലെങ്കിൽ കാല് മുതൽ തല വരെയുള്ള കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വാമപ്പ് ആയിരിക്കണം. ഓക്കെ, എല്ലാവരും എണീച്ചേക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഹെഡ് മൂവ്മെന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ശ്വാസം എടുത്തുകൊണ്ട് തലമുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് തല താഴോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇൻഹേൽ ഔട്ട്, എക്സേൽ ഡൗൺ. ഇതൊരു 5 ടൈംസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ബ്രീത്തിങ് അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാം. എക്സേൽ ഡൗൺ, ഇൻഹേൽ ഔട്ട്, exhale down, inhale, exhale. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹെഡ് മൂവ്മെന്റിൽ ഇൻഹേൽ അപ്പും ചെയ്തു ഡൗണും ചെയ്തു. ഓക്കെ, നമുക്ക് സൈഡ് ടു സൈഡ് ചെയ്യാം. അതായത് ശ്വാസം ഉള്ളിലേക്ക് നല്ലപോലെ എടുക്കാം, ഇൻഹേൽ ചെയ്യാം. എക്സേൽ ചെയ്തുകൊണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. ദെൻ ഇൻഹേൽ സെന്ററിലേക്ക് കൊണ്ടുവരാം. എക്സേൽ ലെഫ്റ്റ് സൈഡ്. കണ്ടിന്യൂ ചെയ്യാം. ഇൻഹേൽ സെന്റർ, exhale right side, again inhale center, exhale side.
സോറി മ്യൂട്ടായി പോയി. ഓക്കെ, സൈഡ് ടു സൈഡ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. Inhale, exhale side, inhale center, exhale side. ഇതൊരു 5 times ചെയ്യാം. ഓക്കെ, അടുത്തത് ചെയ്യാൻ പോകുന്നത് ചിൻ റൊട്ടേഷൻ. നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ വാമപ്പ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. അടുത്തത് ചെയ്യാൻ പോകുന്നത് ഹെഡ് മൂവ്മെന്റിൽ തന്നെ ചിൻ റൊട്ടേഷൻ ആണ്. സൈഡിൽ നിന്ന് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് തല മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. എക്സെയിൽ ചെയ്തുകൊണ്ട് മറ്റേ സൈഡിലേക്ക് എൻഡ് ചെയ്യാം. ഇൻഹെയിൽ അപ്പ്, exhale down. Inhale, exhale. Inhale up, exhale down. Inhale, exhale. Inhale up, exhale down. Okay, relax. Breathe in, breathe out. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ബ്രീത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ തലന്റെ ഭാഗം വാമപ്പ് ചെയ്തു. നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം കൊണ്ടുവരാം. ശ്വാസം എടുത്തുകൊണ്ട് ഷോൾഡർ അപ്പ് ചെയ്യാം, ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. 1, ഒരു 10 പ്രാവശ്യം ചെയ്യാം. 2, ഇൻഹേൽ ഔട്ട്, എക്സേൽ ഡൗൺ. 3, 4, 5, 6, 7, 8, 9, 10. Okay, relax, breathe in, breathe out. നിങ്ങൾ നിന്നിട്ട് തന്നെ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇരുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽബോ റൊട്ടേഷൻ ആണ്. ഓക്കെ, കൈ രണ്ടും ഷോൾഡറിന്റെ മുകളിലേക്ക് വെക്കാം. ഇൻഹേൽ ചെയ്തുകൊണ്ടും കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. എക്സേൽ ഡൗൺ. ഇൻഹേൽ ഔട്ട്, എക്സേൽ ഡൗൺ. 1, 2, 3, ബ്രീത്തിനനുസരിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. 4, 5, 6, 7, 8, 9, 10. നമ്മൾ തിരിച്ച് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, relax, breathe in, breathe out. നല്ലപോലെ ശ്വാസം ഉള്ളിലേക്കും പതിയെ പുറത്തേക്കും എടുത്തുവിടാം. ഹെഡായി, ഷോൾഡറായി, എൽബോ ആയി. ഓക്കെ, ഇനി കൈ രണ്ടും മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. എക്സേൽ ക്ലോസ് ചെയ്യാം. ബ്രീത്തിനനുസരിച്ച് മൂവ് ചെയ്യാം. ഇൻഹേൽ ഓപ്പൺ, exhale close. 1, 2, 3, 4, 5, 6. Inhale, exhale slowly. 7, 8, 9, 10. Relax, breathe in, breathe out. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെറുതായി ഒന്ന് കൈയൊക്കെ വേദന എടുക്കും. അത് നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്, വേറൊന്നുമല്ല. ഓക്കെ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്.
ഇത് നമ്മൾ റിസ്റ്റ് റൊട്ടേഷൻ ചെയ്യാം. കൈ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈ രണ്ടും മടക്കി ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇത് തിരിച്ച് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. Relax. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. ഓക്കെ, നമ്മളെ ഹെഡായി, ഷോൾഡർ ആയി, എൽബോ ആയി കാണാൻ പറ്റുന്നില്ലേ? നമ്മൾ ഹിപ്പിന്റെ അവിടെ കൊണ്ടുവരാം. ഹിപ്പ് റൊട്ടേഷൻ ചെയ്യാം. കാല് കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക, കാലുകൾക്കിടയിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. ഓക്കെ, നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി അതുപോലെ തന്നെ തിരിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. നമ്മൾ ഓർഡർ വൈസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് സൈഡ് ബെൻഡ് കൊടുക്കാം. നമ്മൾ എല്ലാ മസിൽസ് ഗ്രൂപ്പും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഭാഗം ഞാൻ എടുത്ത് പറയുന്നത്. സൈഡിലേക്കുള്ളത് ചെയ്യാം. കാലുകൾക്കിടയിൽ കുറച്ചും കൂടി ഗ്യാപ്പ് കൊടുക്കാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈമുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. എക്സേൽ നിങ്ങൾക്ക് പറ്റാവുന്നത്രയും ബെൻഡ് ചെയ്യാം. ഓക്കെ, മുട്ടിന് പ്രഷർ വരുന്നുണ്ടെങ്കിൽ മുട്ട് ചെറുതായി ഒന്ന് മടക്കി കൊടുക്കാം. ഹോൾഡ് ചെയ്യാം. ബ്രീത്തിങ് നോർമൽ. ശ്വാസം സാധാരണ രീതിയിലേക്ക് എടുത്തുവിടാം. പോസ്റ്റർ മാത്രം ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. കൂടുതലായി കാല് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ മുട്ടിന്റെ അവിടെയാണ് പറ്റുന്നെങ്കിൽ അവിടെ വരെ മതി. ഇൻഹേൽ അപ്പ്, exhale, bend and hold. 1 2 3 4 5 6 7 8 9 10. Inhale up, exhale down. നല്ലപോലെ ശ്വാസം ഉള്ളിലേക്കും പതിയെ പുറത്തേക്കും എടുത്തു വിടാം. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗിൻ്റെതാണ്. കൈ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. സ്റ്റാർട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്ര ചെയ്യണ്ട, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് കാല് പോകുന്നുണ്ടെങ്കിൽ ഇത്ര മതി. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഓക്കെ, നമ്മൾ ഈ ഭാഗത്താണ് ഇപ്പൊ സ്ട്രെച്ച് കൊടുത്തത്. നമ്മുടെ സൈഡിലേക്ക് കൊടുക്കണം ഈ രീതിയിൽ. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഞാൻ ഇടയ്ക്ക് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് എന്ന് പറയുന്നത് ബ്രീത്തിങ്ങിന് യോഗയുമായിട്ട് നല്ലൊരു ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങൾ ബ്രീത്തിങ്ങിനനുസരിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ചെയ്യുമ്പോൾ
എന്ത് കാര്യം ചെയ്യുമ്പോൾ ബ്രീത്തിങ്ങിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ ജിമ്മിനെല്ലാം പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടുന്ന് ചെയ്യുമ്പോഴും ബ്രീത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമ്മുടെ കാല് ബാക്കിലേക്ക് സ്ട്രെച്ച് കൊടുക്കണം. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. നമ്മുടെ ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. കാൽ രണ്ടും മാറ്റിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം. പതിയെ കാലുയർത്തി മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് എല്ലാ ഭാഗവും, നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗവും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കാം. ബ്രീത്തിങ് നോർമൽ ആണ്, പോസ്റ്റർ മാത്രമാണ് ഹോൾഡ് ചെയ്യേണ്ടത്. ഹോൾഡ് ദ പോസ്റ്റർ. 1 2 3 4 5 6 7 8 9 10. Slowly release. Breathe in, breathe out. നല്ലപോലെ ശ്വാസം ഉള്ളിലേക്കും പതിയെ പുറത്തേക്കും എടുത്തു വിടാം. ഓക്കെ, അടുത്തത് നമ്മൾ സ്കിപ്പിംഗ് ചെയ്യാം, അതുപോലെ തന്നെ ജോഗിങ് ചെയ്യാം, ബൗൺസിങ് ചെയ്യാം. ഇപ്പൊ ഓവർ വെയിറ്റിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ സ്കിപ്പിംഗ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അവര് ജോഗിങ് ചെയ്യാം ഈ രീതിയിലേക്ക്. 1 മിനിറ്റ് ആണ്. അത് ഇതിനും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഫുൾ ബോഡി ലൂസ് ചെയ്ത് ബൗൺസ് ചെയ്യാം. നമ്മുടെ ബോഡി നമ്മളെ ശരീരത്തിൽ നിന്ന് തന്നെ വിചാരിക്കാൻ പാടില്ല, അത്രയും ലൂസിൽ ബൗൺസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യാം ഈ രീതിയിൽ. ഓക്കെ, ഓവർ വെയിറ്റ് ഉള്ള ആൾ ഒരിക്കലും സ്കിപ്പിംഗ് ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ജോഗിങ് ചെയ്യുന്ന ആൾക്ക് ജോഗിങ് ചെയ്യാം, സ്കിപ്പിംഗ് ചെയ്യുന്ന ആൾക്ക് സ്കിപ്പിംഗ്, ബൗൺസിങ് ചെയ്യുന്ന ആൾക്ക് ബൗൺസിങ് ചെയ്യാം. 1 മിനിറ്റ് ആണ് ടൈം. ബോഡി നല്ലോണം ഒന്ന് ചൂടാവട്ടെ, വാമാവട്ടെ. ഓക്കെ, റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമ്മളിപ്പം ബോഡി ഫുള്ളായിട്ട് വാം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല, നമ്മൾ ബോഡിക്ക് റിലാക്സ് കൊടുക്കണം. 2 റിലാക്സേഷൻ കൊടുക്കാം, ഒന്ന് നിന്നിട്ട് തന്നെ കൊടുക്കാം. കാല് രണ്ടും ഗ്യാപ്പ് കൊടുത്ത് ഫുൾ റിലാക്സ് ചെയ്ത് കൈകൾക്കിടയിലും ഗ്യാപ്പ് കൊടുത്ത് ഈ രീതിയിൽ വെക്കാം. രണ്ടാമത്തത് ഫുൾ നിലത്ത് കിടക്കാം, ശവാസനം. ഓക്കെ, ഫുള്ളായി എടുക്കാം. പറ്റുന്നുണ്ടോ? ഓക്കെ, കാലുകൾക്കിടയിലും കൈകളിലേക്ക് ഗ്യാപ്പ് കൊടുക്കാം. റിലാക്സ് ചെയ്ത് കിടക്കാൻ ശ്രമിക്കാം. കൈയും കാലും എല്ലാ ഭാഗവും റിലാക്സ് ചെയ്ത് മാറ്റിലേക്ക് അയച്ചു വെക്കുന്നതായി ഫീൽ ചെയ്യാം. ഓരോ ഭാഗവും റിലാക്സ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. മൈൽഡായിട്ട് ബ്രീത്ത് എടുത്തു വിടാം. ഓക്കെ, ഇനി കാലുകൾക്കിടയിലും കൈകൾക്കിടയിലും ഗ്യാപ്പ് അടുത്തേക്ക് കൊണ്ടുവരാം. പതിയെ റൈറ്റ് ഭാഗത്തേക്ക് ചെരിഞ്ഞിടന്ന് എണീച്ചിരിക്കാം.
നമ്മൾ എന്ത് ബോഡി വാം ആയി കഴിഞ്ഞാൽ നമ്മൾ ബോഡിക്ക് റിലാക്സേഷൻ കൊടുക്കണം. ഓക്കെ, അടുത്തത് നമുക്ക് ആസനാസിലേക്ക് എടുക്കാം. വാമപ്പ് നമ്മളിപ്പോ ഫുൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബ്രീത്തിങ് ചെയ്തു, വാമപ്പ് കഴിഞ്ഞു. വാമപ്പ് നമ്മൾ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആസനാസിലേക്ക് കിടക്കാം. ഓക്കെ, അതിന് നമ്മൾക്ക് കിടന്നിട്ട് ചെയ്യാം. ഇന്ന് നാളെ നമുക്ക് നിന്നിട്ട് ചെയ്യാം. നമ്മൾ ഓരോ ദിവസം മാറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം കിടന്ന് 40 ഡിഗ്രി ലെഗ് അപ്പ് ഡൗൺ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. 40 ഡിഗ്രി അപ്പ് ഡൗൺ. നമ്മൾ കിടക്കുമ്പോഴും നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആണോ നോക്കാം. അതായത് കാലുകൾക്കിടയിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ രണ്ട് കാലും ഉള്ളിലേക്ക് ആക്റ്റീവ് ചെയ്ത് വെക്കാം. കാൽവിരലും എല്ലാ ഭാഗവും ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, കൈ റിലാക്സ് ചെയ്ത് മാറ്റിലേക്ക് വെക്കാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് 40 അപ്പ് ചെയ്യാം, റിലീസ് ചെയ്യാം. ഇൻഹേൽ ഔട്ട്, എക്സേൽ ഡൗൺ. 1 2 3 4. ബ്രീത്തിനനുസരിച്ച് തന്നെ എടുക്കാൻ ശ്രമിക്കാം. 5 6 7 8 9 10. റിലാക്സ്. ചേഞ്ച് ചെയ്യാം, മറ്റേ കാലം മൂവ് ചെയ്യാം. ഇൻഹേൽ ഔട്ട്, എക്സേൽ ഡൗൺ. 1 2 3. ശ്വാസത്തിനനുസരിച്ച് പതിയെ എടുക്കാൻ ശ്രമിക്കാം. 4 5 6 7 8 9 10. റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 10ന്റെ 3 സെറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമ്മൾ 40 ഡിഗ്രി അപ്പ് ഡൗൺ കഴിഞ്ഞു. അടുത്തത് ചെയ്യാൻ പോകുന്നത് സൈക്ലിംഗ് ചെയ്യാം. ഓക്കെ, കാൽ രണ്ടും വീതിയിലേക്ക് വെക്കാം. ഫുള്ളായി കാല് സ്ട്രെച്ച് ചെയ്ത് വെക്കാം. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. അതുപോലെ തന്നെ തിരിച്ചു ചെയ്യാം. റിവേഴ്സ്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഓക്കെ, നമ്മൾ 40 ഡിഗ്രി അപ്പ് ഡൗൺ ചെയ്തു, ലെഗ് റൈസിങ് ചെയ്തു, സൈക്ലിംഗ് ചെയ്തു. അതിന് അടുത്ത് ചെയ്യാൻ പോകുന്നത് പവന മുദ്രാസനാണ്. ഓക്കെ, അതിനായി നമ്മൾ റൈറ്റ് ലെഗ് ഫോൾഡ് ചെയ്ത് ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് മാക്സിമം അടുപ്പിച്ച് വെക്കാം. ഓക്കെ, കാൽ രണ്ടും ആക്റ്റീവ് ചെയ്ത് തന്നെ വെക്കാം. ഇപ്പൊ നമ്മുടെ കാൽ ഇങ്ങനെയാണ് ഉള്ളത്, ഉള്ളിലേക്ക് ആക്റ്റീവ് ചെയ്ത് വെക്കാം. ഹോൾഡ് പോസ്റ്റർ. ബ്രീത്തിങ് നോർമൽ. ഷോൾഡർ റിലാക്സ് ചെയ്ത് വെക്കാം. ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Slowly release. Change other side. Inhale. Stretch ചെയ്യാം. ഹോൾഡ് ചെയ്യുക. കാൽ രണ്ടും ആക്റ്റീവ് ചെയ്ത് വെക്കുക. നമ്മുടെ ഷോൾഡർ റിലാക്സ് ചെയ്ത് വെക്കുക. ഹോൾഡ്. 1 2 3 4 5 6 7 8 9 10. Slowly release. ഇപ്പൊ നമ്മൾ ഒരു കാലാണ് ചെയ്തത്, ഇനി രണ്ട് കാലം ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഫോൾഡ് ചെയ്ത് ചെസ്റ്റിലേക്ക് മാക്സിമം അടുപ്പിക്കുക. കാൽ രണ്ടും ആക്റ്റീവ് ചെയ്ത് വെക്കുക.
ഷോൾഡർ റിലാക്സ് ചെയ്ത് വെക്കുക. ബ്രീത്തിങ് നോർമൽ. ഹോൾഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോലി റിലീസ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. ഓക്കെ, അടുത്തത് നമ്മൾ മലർന്ന് കിടന്നിട്ട് ചെയ്തെങ്കിൽ നമ്മൾ ആ ദിവസം തന്നെ കമഴ്ന്ന് കിടന്നത് കൂടി ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് കമഴ്ന്ന് എടുക്കാം. കൈ രണ്ടും ചെസ്റ്റിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനയാണ്. കാൽ രണ്ടും സ്ട്രൈറ്റ് ചെയ്ത് വെക്കാം. കൈ രണ്ടും ചെസ്റ്റിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതിയെ ചെസ്റ്റും ഹെഡും ഫ്ലോറിൽ നിന്ന് ഉയർത്താം. ഇൻഹേൽ. ഫുള്ളായിട്ട് വേണ്ട, ചെറുതായി ഒന്ന് നിവർത്തി കൊടുക്കുക. ഹോൾഡ് ചെയ്യാം. ബ്രീത്തിങ് നോർമൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോലി റിലീസ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഇതിന് പറയുന്ന പേരാണ് ഭുജംഗാസന. റിലാക്സ് ചെയ്യുന്ന രീതിയുണ്ട്. കൈ രണ്ടും ഈ രീതിയിലേക്ക് വെച്ച് നെറ്റി തലയിലേക്ക് കൊണ്ടുവന്ന് നോക്കാം. കൈയുടെ മുകളിലേക്ക് നെറ്റി വെച്ച് റിലാക്സ് ചെയ്ത് കിടക്കാം. നമ്മൾ ഏതൊരു പോസ്റ്റർ ചെയ്യുമ്പോൾ അതിന് റിലാക്സേഷനും കൂടി കൊടുക്കാം നമ്മുടെ ബോഡിക്ക്. ഓക്കെ, നമുക്ക് ഒരു സെറ്റും കൂടി ചെയ്യാം. ഇതിൽ കൈ രണ്ടും ചെസ്റ്റിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് നോക്കാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് ചെസ്റ്റും ഹെഡും ഫ്ലോറിൽ നിന്ന് ഉയർത്താം. ഇൻഹേൽ. ഹോൾഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly release. റെസ്റ്റിംഗ് മകരാസന. ഇതിന് പറയുന്ന പേരാണ് മകരാസന. റെസ്റ്റ് ചെയ്യുന്ന ഇതിന് റിലാക്സ് ചെയ്തെടുക്കാം. ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട്. പിന്നെ നമുക്ക് കാല് ലെഗ് അപ്പ് ഡൗണും കൂടി ചെയ്യാം. ലെഗ് റൈസിങ്. കൈ രണ്ടും താഴ്ത്തി വെക്കാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് റൈറ്റ് ലെഗ് അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാം. സ്റ്റാർട്ട്. ഇൻഹേൽ, എക്സേൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. നല്ലപോലെ ശ്വാസം ഉള്ളിലേക്കും പതിയെ പുറത്തേക്കും എടുത്തുവിടാം. ചേഞ്ച് ചെയ്യാം. മറ്റേ കാലും കൂടി ചെയ്യാം. ഇൻഹേൽ ഔട്ട്, എക്സേൽ ഡൗൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റെസ്റ്റിംഗ് മകരാസന. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം
ഉള്ളിലേക്കും പതിയെ പുറത്തേക്ക് എടുത്തുവിടാം. ഓക്കെ, നമ്മളിപ്പോ മലർന്ന് കിടന്ന് ചെയ്ത് കമന്ന് കിടന്ന് ചെയ്ത് ഇനി നമുക്ക് ഇരുന്നിട്ടുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ പോസ് ആണ്. കാൽ രണ്ടും രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പം ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ രീതിയിലേക്ക് വരണമെന്നില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും അത് കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ, കാൽ രണ്ടും ഈ രീതിയിലേക്ക് വെക്കാം. നമ്മൾ അടിവയറ്റൊന്ന് ചെറുതായി ഉള്ളിലേക്ക് എടുക്കാം. ഷോൾഡർ ബാക്ക് ചെയ്ത് സ്പൈൻ സ്ട്രൈറ്റ് ചെയ്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ പോസ്റ്റർ ശരിയാക്കിയിട്ട് വേണം ഏതൊരു യോഗയും ചെയ്യാൻ പറ്റാം. ഓക്കെ, സ്റ്റാർട്ട്. ഇത് 1 മിനിറ്റെങ്കിലും ഡെയിലി ചെയ്യുന്നത് നല്ലതായിരിക്കും. PCOD ഉള്ള ആൾക്കാർക്കും ഫ്ലെക്സിബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഇത് നല്ലൊരു കോഴ്സാണ്. ചിരിച്ചുകൊണ്ട് നല്ലപോലെ നല്ല മൈൻഡിലേക്ക് വരും. റിലാക്സ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഇത് 1 മിനിറ്റ് 2 മിനിറ്റ് വരെ ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ നിന്നിട്ട് നമുക്കൊരു ബാലൻസിങ് പോസും കൂടി ചെയ്യാം. നമ്മളെല്ലാം ഓർഡർ വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. കിടന്നിട്ട് ചെയ്തു, ഇരുന്നിട്ട് ചെയ്തു, ഇനി ഒരു നിന്നിട്ടും കൂടി നമുക്ക് ഒരു ആസനസ് ചെയ്യാം. വൃക്ഷാസന ചെയ്യാം. ഓക്കെ, ബാലൻസിങ് പോസ് ആണ്. നമ്മളെ മൈൻഡും കൂടി ഇതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് വെക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കാല് മുട്ടിന് താഴെ ഭാഗത്തേക്ക് വെച്ച് ഈ രീതിയിലേക്ക് നിൽക്കാം. ഇതിനും സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ഈ വൃക്ഷാസനം ചെയ്യുമ്പോൾ നമ്മൾ മുട്ടിന്റെ ഈ ഭാഗം സെന്ററിലേക്ക് ഒരിക്കലും കാല് വെക്കാൻ പാടില്ല. ഒന്നെങ്കിൽ മുട്ടിന്റെ മുകളിലേക്ക് വെക്കാം, ഓക്കെ, അല്ലെങ്കിൽ മുട്ടിന് താഴെ വെക്കാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിലേക്ക് വെക്കാം. ഓക്കെ, ഹോൾഡ് ചെയ്യാം. നമുക്ക് ബാലൻസ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഹോൾഡ്. നമ്മൾ ബാലൻസ് കിട്ടാൻ വേണ്ടി ഒരു സ്ഥലത്ത് തന്നെ ഫോക്കസ് ചെയ്യാം. ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Slowly release. Breathe in, breathe out. ഓക്കെ, ചേഞ്ച് ചെയ്യാം. ഇവിടെ വെക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കാല് താഴെ വെച്ചാൽ മതി, യാതൊരു പ്രശ്നവുമില്ല. സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഹോൾഡ്. ബാലൻസ് കിട്ടിയതിന് ശേഷം മാത്രം കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഒരു സ്ഥലത്ത് തന്നെ ഫോക്കസ് ചെയ്യാം. ഹോൾഡ്. ഇൻഹേൽ. ബ്രീത്തിങ് നോർമൽ. പോസ്റ്റർ മാത്രം നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. 1 2 3 4 5 6 7 8 9 10. Slowly release. Breathe in, breathe out. ഓക്കെ, ഇതൊരു 20 മിനിറ്റ്സോ എങ്ങനെ എത്ര വേണമെങ്കിലും നിൽക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാറായി. ക്ലാസ് എന്ന് പറയാൻ കഴിയില്ല. യോഗ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ തോന്നൂല. അതാണ് മെയിൻ കാര്യം. ടൈമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് റിലാക്സേഷൻ കൊടുക്കണം. അപ്പോ നമ്മൾ എന്താ പറയാ, ഇത് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ തന്നെ ഇതാക്കാൻ പാടില്ല. നമ്മൾ ബോഡി റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇതാക്കണം. അതിനാണ് നമ്മൾ ചെയ്യുന്നത് ശവാസനം. ഓക്കെ,
നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാം ഒരുപോലെ റിലാക്സ് ആവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്താ പറയാ, ലൈറ്റ് ഇട്ടിട്ടാണ് യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാം, എന്ന് മാറ്റിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. വേണമെങ്കിൽ യൂട്യൂബിൽ ഹീലിംഗ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും, അത് സെർച്ച് ചെയ്തെടുക്കാം, എന്നിട്ട് അത് പ്ലേ ചെയ്ത് വെക്കാം. ഹീലിംഗ് മ്യൂസിക് ബേർഡിൻ്റെതോ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത് അത് വെച്ച് നിങ്ങൾക്ക് ശവാസനത്തിലേക്ക് എടുക്കാം. ഓക്കെ, രണ്ട് കാലും കൈയും ശരീരത്തിൽ നിന്ന് ഗ്യാപ്പ് വിട്ട് കിടക്കാം. ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് എല്ലാ ഭാഗവും മാറ്റിലേക്ക് അയച്ചു വെക്കുന്നതായി ഫീൽ ചെയ്യാം. ടോസ് മുതൽ ഹെഡ് വരെയുള്ള എല്ലാ ഭാഗവും മൈൻഡിലേക്ക് കൊണ്ടുവരാം. ക്ലോസ് യുവർ ഐസ്. ചുറ്റുപാടും ശ്രദ്ധിക്കാം. ചുറ്റിലും കേൾക്കുന്ന സൗണ്ട്സ് അറിഞ്ഞുകൊണ്ടേയിരിക്കുക. എന്തൊക്കെ സൗണ്ട്സ് ആണോ നിങ്ങൾ കേൾക്കുന്നത് അതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. കിളികളുടെ ശബ്ദം, വാഹനങ്ങളുടെ ശബ്ദം, ഫാനിന്റെ ശബ്ദം, നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവിടെ നിന്ന് കേൾക്കുന്നത് അതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. റിലാക്സ് ചെയ്ത് മൈൻഡ് ഫുൾ റിലാക്സ് ചെയ്ത് കിടക്കാൻ ശ്രമിക്കാം. പതുക്കെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ കാൽ വിരലിലേക്ക് കൊണ്ടുവരാം, ടോസിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അവിടുന്ന് നേരെ നമ്മുടെ ഹീൽ പോയിന്റ്, ടോസിന്റെ ഭാഗത്ത് നിന്ന് ഹീൽ പോയിന്റ് ഭാഗത്തേക്ക് കൊണ്ടുവരാം. കാഫ് മസിൽസിന്റെ ഭാഗത്തേക്കും നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ഈ മൂന്ന് ഭാഗങ്ങളും ഇൻഹേൽ ചെയ്തുകൊണ്ട് ടേക്ക് ചെയ്യാം, എക്സേൽ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യാം. Inhale, exhale. Toes, heel point, calf muscles, ഈ ഭാഗങ്ങളൊക്കെ ശ്വാസം എടുത്തുകൊണ്ട് ടൈറ്റൻ ചെയ്യാം, ശ്വാസം വിട്ടുകൊണ്ട് ലൂസൺ ചെയ്യാം. ഈ മൂന്ന് ഭാഗങ്ങളും റിലാക്സ് ചെയ്ത് മാറ്റിലേക്ക് അയച്ചു വെക്കുന്ന ഫീൽ ചെയ്യാം. ടോസ്, heel point, calf muscles റിലാക്സ് ചെയ്ത് മാറ്റിലേക്ക് അയച്ചു വെക്കുന്നതായി ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശ്രദ്ധ നേരെ നീ ജോയിന്റ് ഭാഗത്തേക്കും തൈസ് മസിൽസിന്റെ ഭാഗത്തേക്കും പെൽവിക്കിന്റെ ഭാഗത്തേക്കും കൊണ്ടുവരാം. ഈ മൂന്ന് ഭാഗങ്ങളും ഇൻഹേൽ ചെയ്തുകൊണ്ട് ടൈറ്റൻ ചെയ്യുന്നതായും എക്സേൽ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുന്നതായും ഫീൽ ചെയ്യാം. Inhale, exhale. Knee joint, thighs muscles, pelvic muscles ഈ ഭാഗങ്ങളൊക്കെ റിലാക്സ് ആയിരിക്കാണ്. ടോസ്, heel point, calf muscles, knee joint, thighs muscles, pelvic muscles ഈ ഭാഗങ്ങളൊക്കെ റിലാക്സ് ചെയ്ത് മാറ്റിലേക്ക് അയച്ചു വെക്കുന്ന ഫീൽ ചെയ്യാം. ഓരോ ഭാഗവും നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ മനസ്സിന്റെ കണ്ണാടി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗവും സ്കാൻ ചെയ്തെടുക്കാം. ആ ഭാഗങ്ങളൊക്കെ റിലാക്സ് ചെയ്ത് മാറ്റിലേക്ക് അയച്ചു വെക്കുന്ന ഫീൽ ചെയ്യാം. കണ്ണു പൂട്ടിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നേരെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ അബ്ഡമൻ ഭാഗത്തേക്കും അവിടുന്ന് ചെസ്റ്റിന്റെ ഭാഗത്തേക്കും ഷോൾഡറിന്റെ ഭാഗത്തേക്കും കൊണ്ടുവരാം. ഈ മൂന്ന് ഭാഗങ്ങളും റിലാക്സ് ചെയ്ത് മാറ്റിലേക്ക് അയച്ചു വെക്കുന്ന ഫീൽ ചെയ്യാം. ഷോൾഡർ, ചെസ്റ്റ്, അബ്ഡമൻ, pelvic, thighs, knee joint, calf muscles, heel point, toes,
ഈ ഭാഗങ്ങളൊക്കെ റിലാക്സ് ആയിരിക്കുകയാണ്. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത് അതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. നേരെ നമ്മുടെ ശ്രദ്ധ 2 കൈകളിലേക്ക് കൊണ്ടുവരാം. കൈവിരലിലേക്ക് കൊണ്ടുവരാം. ഈ ഭാഗങ്ങളൊക്കെ റിലാക്സ് ചെയ്യുന്ന ഫീൽ ചെയ്യാം. എൻജോയ് ദ ശവാസൻ. ശവാസൻ എൻജോയ് ചെയ്യാം. നേരെ നമ്മുടെ ശ്രദ്ധ കഴുത്തിന്റെ ഭാഗത്തേക്കും ഫേസിലുള്ള ഓരോ ഭാഗങ്ങളിലേക്കും കൊണ്ടുവരാം. ഫേസിലുള്ള ചിൻ, ലിപ്പ്, നോസ്, ഐസ്, ഐബ്രോസ് ഈ ഭാഗങ്ങളൊക്കെ ശ്വാസം എടുത്തുകൊണ്ട് ടൈറ്റൻ ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് ലൂസൺ ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. നേരെ നമ്മുടെ ശ്രദ്ധ തലയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. തലയുടെ അടിവശം, മുകൾ വശം, സൈഡ് വശം എല്ലാ ഭാഗവും റിലാക്സ് ചെയ്ത് മാറ്റിലേക്ക് അയച്ചു വെക്കുന്ന ഫീൽ ചെയ്യാം. ഓരോ ഭാഗവും നമുക്ക് റിലാക്സ് ചെയ്യുന്ന ഫീൽ ചെയ്യാം. ഹെഡ്, നെക്ക്, ഷോൾഡർ, ഹാൻഡ്സ്, ചെസ്റ്റ്, അബ്ഡമൻ, പെൽവിക്, ബട്ടക്സ്, thighs, knee joint, calf muscles, heel point, toes ഈ ഭാഗങ്ങളൊക്കെ റിലാക്സ് ചെയ്ത് മാറ്റിലേക്ക് അയച്ചു വെക്കാം. നമ്മളെ ബോഡി ഫുൾ ഇപ്പൊ റിലാക്സ് ആയിരിക്കാണ്. എല്ലാ ഭാഗങ്ങളും റിലാക്സ് ആയിരിക്കാണ്. എൻജോയ് ദ ശവാസൻ. പതിയെ നമ്മുടെ കാൽവിരലിലേക്കും കൈവിരലിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. കൈവിരലും കാൽവിരലും ചെറുതായി ഒന്ന് ചലിപ്പിച്ചു കൊടുക്കാം. കൈവിരലും കാൽവിരലും ചെറുതായി ഒന്ന് ചലിപ്പിച്ചു കൊടുക്കാം. റിലാക്സ് ചെയ്ത് നാട്ടിലേക്ക് അയച്ചു വെക്കുന്നതായി ഫീൽ ചെയ്യാം ഓരോ ഭാഗവും. ബ്രീത്തിങ്ങിലേക്ക് തിരിച്ചു വരാം. സ്ലോ സോഫ്റ്റ് ഇൻഹേൽ ആൻഡ് സ്ലോ സോഫ്റ്റ് എക്സേൽ. നമ്മുടെ കൈയെടുത്ത് നമ്മുടെ വയറിന്റെ മുകളിലേക്ക് വെക്കാം. ഇൻഹേൽ ചെയ്യുമ്പോൾ വയർ ബൾജ് ചെയ്ത് വരുന്നതായും എക്സേൽ ചെയ്യുമ്പോൾ അത് ചുരുങ്ങി പോകുന്നതായും ഫീൽ ചെയ്യാം. ഇൻഹേൽ, exhale, inhale, exhale. Relaxed breathing without കൈകാലുകളും ശരീരത്തോടെ അടുപ്പിച്ചു വെക്കാം. കൈ രണ്ടും ക്ലബ് ചെയ്ത് ബോഡി മൊത്തമായി ഒന്ന് സ്ട്രച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും നമുക്ക് സ്ട്രച്ച് ചെയ്യാം. എന്നാൽ വയറ്റിലേക്ക് ചെറുതായി ചെരിഞ്ഞെടുക്കാം. പതിയെ കാൽമുട്ട് മടക്കി ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവെക്കാം. കാൽ രണ്ടും കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കാം. റിലാക്സ് ചെയ്ത് കിടക്കാൻ ശ്രമിക്കാം. എൻജോയ് ദ ശവാസൻ. ശവാസൻ എൻജോയ് ചെയ്യാം. പതിയെ ഒരു കൈയുടെ സപ്പോർട്ട് കൊണ്ട് എണീച്ചിരിക്കാൻ ശ്രമിക്കാം. കണ്ണ് പൂട്ടിക്കൊണ്ട് തന്നെ എണീച്ചിരിക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി സിറ്റിംഗ് പോസ്റ്റിലേക്ക് ഇരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദണ്ഡാസൻ, വജ്രാസൻ, ക്രോസ് ലെഗ് പൊസിഷൻ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇരിക്കാം. ഓക്കെ, സ്പൈൻ സ്ട്രൈറ്റ് ചെയ്ത് കണ്ണ് പൂട്ടി തന്നെ ഇരിക്കാൻ ശ്രമിക്കാം. സ്ലോ സോഫ്റ്റ് ഇൻഹേൽ
ആൻഡ് സ്ലോ സോഫ്റ്റ് എക്സേൽ. നല്ലപോലെ ശ്വാസം അകത്തേക്കും പതിയെ പുറത്തേക്കും എടുത്തു വിടാം. ഫേസിൽ ചെറുതായൊരു പുഞ്ചിരിയോടെ. ആൻഡ് റബ് യുവർ ആർംസ്. കൈ രണ്ടും നല്ലപോലെ റബ് ചെയ്യാം. കൈ നല്ലപോലെ ചൂടാകുന്നതിന്. ആൻഡ് ഹഗ് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ ഹഗ് ചെയ്യാം. Again, rub your arms. കൈ നല്ലപോലെ റബ് ചെയ്യാം. കൈ ചൂടായതിനു ശേഷം കപ്പ് ഷേപ്പ് സംസാരിച്ചിട്ട് കണ്ണിന് മുകളിലേക്ക് വെക്കാം. Slowly blink your eyes. കണ്ണ് പതിയെ പൂട്ടുകയും തുറക്കുകയും ചെയ്യാം. ഫേസും ചെവിയുടെ ഭാഗവും കഴുത്തൊക്കെ മസാജ് ചെയ്തുകൊണ്ട് കൈകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ നോക്കാം. താങ്ക് യു. നമ്മൾ ഇത് ശവാസന കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് കൈ ഒന്ന് ക്ലാപ്പ് ചെയ്യാം. നമ്മുടെ ബോഡി ഫുൾ ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രീതിയിലേക്ക് ചെയ്യാം. ചേഞ്ച്. ചേഞ്ച്. നമ്മുടെ ബോഡി മൊത്തം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗവും, ഫേസിലുള്ള ഭാഗങ്ങളും ഷോൾഡറും ചെസ്റ്റ് എല്ലാവരും ഒന്ന് വരട്ടെ. അബ്ഡമൻ ഭാഗം, ഒക്കെ കാലിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, താങ്ക് യു ഗായ്സ്.